പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു പീനട്ട് ചട്നി ആട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു തണ്ട് കറിവേപ്പില, 3 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം കേട്ടോ. ഈ പീനട്ടിന് പൊതുവെ ചില സ്ഥലങ്ങളിൽ കപ്പലണ്ടി, ചില സ്ഥലങ്ങളിൽ നിലക്കടല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മെയിനായിട്ട് കപ്പലണ്ടി തന്നെയാട്ടോ പറയാറ്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടണേ. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ കുറച്ച് ബാക്കി കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ കപ്പലണ്ടിയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. വറുത്ത കപ്പലണ്ടിയാണ് ഇത് ഓൾറെഡി, എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ടഫുള്ള ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നെ മുറം ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം അതെല്ലാം ചൂട് കൊണ്ടിട്ട് ഉരുകിപ്പോയേക്കുവാണ്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാട്ടോ. അപ്പോൾ ഹരിയേട്ടൻ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ, അതിനുള്ള പുറപ്പാടാണ്. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ പാനും പാത്രങ്ങളെല്ലാം മാറ്റാറായി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂം ഷിഫ്റ്റ് ചെയ്യണോണ്ടേ ഒത്തിരി പാത്രങ്ങളൊന്നും മേടിച്ച് കൂട്ടിയാൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് എല്ലാം മേടിക്കാറുള്ളൂ. പക്ഷേ ഇനി ഇതൊക്കെ മാറ്റാറായിട്ടോ. അങ്ങനെ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു. ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി കഴിയുമ്പോഴേ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ കപ്പലണ്ടി, അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കൊന്നും തൊലി പോയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽ മുളകാണ്. ചിലർ മുളക് പൊടിയായിട്ടും ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും വറ്റൽ മുളകാണ് ചേർക്കാറ്. കാരണം കുറച്ചധികം ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർക്കാം. ഞാൻ തേങ്ങ ചിരവിട്ട് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് എന്തായാലും അരയ്ക്കുന്നതിന് മുൻപ് തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന അതേ പാകത്തിന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റ് പാകത്തിന് ഞാൻ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ നമുക്ക് ഇഡ്ഡലി ദോശയ്ക്ക് സാമ്പാർ ചട്നി ഉണ്ടാവാറില്ലേ, ഇതിപ്പോൾ ചട്നി മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ കട്ടിക്ക് തന്നെ കൂട്ടിക്കോളൂ കേട്ടോ, അതാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് വറുത്തൊഴിക്കാം. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മൾ ആ വെളിച്ചെണ്ണ സാധാരണ കടുക് വറുത്തൊഴിക്കില്ലേ, ആ ഒഴിക്കുന്ന ചൂട്ടിൽ ഇത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഞാനിനി കടുകൊന്ന് വറുത്തൊഴിക്കട്ടെ. കടുക് വറുക്കുമ്പോഴേ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും, അത് കഴിക്കണവരാണെങ്കിൽ കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലും എടുത്ത് മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പീനട്ട് ചട്നി റെഡിയായി. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതുവരെയും കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഞാനിപ്പോഴും ഒരു 5-6 തവണ ഇത് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി ചൂട് ദോശയും അതിലേക്ക് നമ്മളുടെ പീനട്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് ഇഡ്ഡലി പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ പെരുമ്പാവൂർ വെച്ച് ഇഡ്ഡലിപ്പൊടി കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നീട് പാലക്കാട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇഡ്ഡലിപ്പൊടി കഴിക്കുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നീട് എപ്പോഴും വീട്ടിൽ ഇഡ്ഡലിപ്പൊടി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നല്ല ചൂട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇന്ന് കാണാൻ സെലക്ട് ചെയ്താണ് മൂവി അണ്ണാമല കേട്ടോ. ഞങ്ങൾ രണ്ടുപേർക്കും രജനീകാന്തിൻ്റെ മൂവീസ് നല്ല ഇഷ്ടമാണ്. പടയപ്പയും അരുണാചലും ഒന്നും എത്ര കണ്ടാലും മതിയാവാറില്ല. അതുകൊണ്ട് തന്നെ വീക്കെൻഡിലൊക്കെ ഇവിടെ രജനീകാന്തിൻ്റെ സിനിമകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇവിടെ ഈ ചട്നി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമുണ്ട്, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വയ്ക്കലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആളെന്തായാലും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ആശക്കുട്ടനും നല്ല ഇഷ്ടം കേട്ടോ. എരിവൊക്കെ കുറച്ചുണ്ടാക്കുമ്പോൾ അവന് കഴിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സിനിമയൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനി ഉച്ചത്തേക്കുള്ള വിഭവം തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെയും പീനട്ട് ചട്നി ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.